സോ ഗൈസ്, നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഗെയിം റോസ്റ്റാൻ വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഗെയിം വെറുത്തത്. അതിന് പിന്നെ ഗംഭീര റെസ്പോൺസ് ഉള്ളതുകൊണ്ട് പയ്യെക്കൊണ്ട് ഞാൻ നിർത്തി. നമ്മുടെ ചാനൽ പയ്യെക്കൊണ്ടൊന്ന് വളർന്നു തുടങ്ങിയപ്പം എൻ്റെ ഈ ഗെയിമിംഗ് ഹിസ്റ്ററി വീഡിയോസിന് അത്യാവശ്യം നല്ലൊരു സ്വീകാര്യത കിട്ടുകയും അതേപോലെ തന്നെ നമ്മൾ ഈ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓരോ ഗെയിംസിൻ്റെ ഹിസ്റ്ററി ചോദിച്ചുകൊണ്ടുള്ള കോമൻസും വന്നു തുടങ്ങി. സോ ഗെയിമിംഗ് ഹിസ്റ്ററിക്ക് വേണ്ടി നമ്മളൊരു സെഗ്മെൻറ്റ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ആൻഡ് വി ആർ ഗോണ നെയിം ഇറ്റ് ഒരു ഗെയിം കഥ പറയട്ടെ. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഓഫ് ഒരു ഗെയിം കഥ പറയട്ടെയിൽ നമ്മൾ പറയാൻ പോകുന്നത് is about one of my ever time personal favorite games of all. Yes, the history of Assassin's Creed. And ഇത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ സ്വന്തം ആക്സർ പോപ്പ്. ആക്സർ പോപ്പ്? ആക്സർ കെ പോപ്പ്. ബെസ്റ്റ് തുടക്കം. കട്ടി നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ സ്വന്തം ഈ പയ്യൻ. സോ ഗൈസ്, ഈ ഗെയിം ജനനമെടുത്തത് ഒരു മാസ്റ്റർ പീസായിട്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈവൻ അസാസിൻസ് ക്രീഡ് ആയിട്ട് പോലും ആയിരുന്നില്ല. വാട്ട് വി പ്ലേഡ് വാസ് നെവർ ദി ഒറിജിനൽ പ്ലാൻ. തലയ്ക്ക് മീതെ ആ അസാസിൻസ് ഹുഡി ഇടുന്നതിനും മുൻപ്, മറഞ്ഞിരിക്കുന്ന ആ ബ്ലേഡുകൾക്കും മുൻപ്, എസിഒ ഒരു ഇതിഹാസമാകുന്നതിനു മുമ്പ് ഈ ഫ്രാഞ്ചൈസി വാസ് ഓൾമോസ്റ്റ് ക്യാൻസൽഡ്, ഓൾമോസ്റ്റ് ഫൊഗട്ടൺ ആൻഡ് ഓൾമോസ്റ്റ് നെവർ ബോൺ. ഇത് നമ്മുടെ ആ കഥയാണ്. യുബിസോഫ്റ്റ് ഒരിക്കലും സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത, എന്നാൽ നമുക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ആ കഥ. സോ ഗൈസ്, വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഒരു ഗെയിം കഥ പറയട്ടെ from AAA Gaming, where we don't die, we always just respawn. യുബിസോഫ്റ്റ് ഒരുതരം വല്ലാത്ത നിസ്സഹായ അവസ്ഥയിലായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ പാർക്കോർ ഗെയിമിംഗ് മെക്കാനിക്സിനെ പോലും റീഡിഫൈൻ ചെയ്ത പ്രിൻസ് ഓഫ് പേർഷ്യ ഫ്രാഞ്ചൈസി പതിയെ അതിൻ്റെ പ്രസക്തിയും പ്രൗഢിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് അവർ തിരിച്ചു ചിന്തിച്ചത്. ഇറ്റ് വാസ് ഹൈ ടൈം ടു ഇൻട്രൊഡ്യൂസ് അനദർ ഗെയിം ആൻഡ് ദേ പിച്ച്ഡ് എ ന്യൂ ഐഡിയ. ബട്ട് ദിസ് ടൈം ഇറ്റ് വാസ് നോട്ട് എ ഹീറോ, നോട്ട് എ പ്രിൻസ്. അതെ, ഇറ്റ് വാസ് നോബഡി ഇൻഡീഡ്. എന്നാൽ ആരോരുമല്ലാത്ത, പക്ഷേ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇഴുകിച്ചേരുന്ന, അസാധ്യമായ ആ ഘടനകളിൽ പോലും കയറി ചെല്ലാൻ കഴിയുന്ന, ആരും കാണാതെ ആളെ കൊന്ന് കടന്നു കളയുന്ന, അങ്ങേയറ്റം നിശബ്ദനായ ഒരു അംഗരക്ഷകൻ. ബട്ട് ഹിയർസ് ദ ട്വിസ്റ്റ്. യുബിസോഫ്റ്റിന് ഈ ഒരു ഐഡിയയിൽ പോലും വിശ്വാസമില്ലായിരുന്നു. അസാസിൻസ് ക്രീഡ് വാസ് ഓൺലി അപ്രൂവ്ഡ് ബിക്കോസ് ഇറ്റ് മൈറ്റ് വർക്ക്. യാതൊരുവിധ കോൺഫിഡൻസും ഇല്ലാതെ ഇരുന്ന, ഒരു വിഷനോ ഒരു ലോങ് ടേം പ്ലാനോ ഇല്ലാതെ ഇരുന്ന ഒരു ഗ്യാമ്പിൾ. ബട്ട് ഗെസ് വാട്ട്, ദാറ്റ് ഗ്യാമ്പിൾ വർക്ക്ഡ്. പക്ഷേ ഈവൻ ദോ ആ ഗ്യാമ്പിൾ വർക്കായെങ്കിൽ പോലും the first Assassin's Creed game was actually a repetitive, shallow combat. ഒരേപോലെ ഇരിക്കുന്ന മിഷൻസ്, സെയിം സ്ട്രക്ചേഴ്സ്. പക്ഷേ അന്തകാലത്ത് അത് കളിച്ച ഗെയിമേഴ്സ് ഇഗ്നോർഡ് ഓൾ ഓഫ് ദാറ്റ്. എന്തായിരിക്കും കാര്യം? പ്രിൻസ് ഓഫ് പേർഷ്യ കളിച്ച് ആവർത്തന വിരസത അടിച്ചിരുന്ന ആ ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ മുന്നിലേക്ക് they introduced something new. Yes, blending into crowds felt illegal. Climbing cities felt rebellious. Killing targets felt deliberate. അൽത്തായർ കാരിസ്മാറ്റിക് ആയിരുന്നില്ല. അൽത്തായർ തീരെ ഇമോഷണലും ആയിരുന്നില്ല. എന്നാൽ അൽത്തായർ ഒരു കൈൻഡ് ഓഫ് പ്രോട്ടോടൈപ്പ് ആയിരുന്നു. യുബിസോഫ്റ്റിന് നോക്കി പഠിച്ച് എന്ത് മാറ്റങ്ങൾ ഇനി വരുന്ന ഗെയിമുകളിൽ വരുത്തണം എന്ന് കാണിച്ചു കൊടുക്കാൻ കെൽപ്പുള്ള എ ഗോട്ടഡ് പ്രോട്ടോടൈപ്പ്. ആൻഡ് പിന്നീട് സംഭവിച്ചത് വാസ് ഹിസ്റ്ററി. ഫസ്റ്റ് ഗെയിം തന്നെ പ്ലെയേഴ്സ് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അപ്പോഴാണ് അതിലും അടിപൊളിയായിട്ട് അടുത്തത് യവന്മാർ പടച്ചു വിട്ടത്. ആൻഡ് ദെൻ കെയിം ദി മാൻ, ദ മിത്ത്, ദ ലെജൻഡ്, എസിഒ ഓഡിറ്റോറെ ദെ ഫ്രാൻസെ. ആക്ച്വലി എസിഒ ആ ഒരു ഔട്ട് ഓഫ് സബ്ജക്ട് സാധനമായിരുന്നു.
SEOയ്ക്ക് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടുമെന്നും ഫാൻസിനിടയിൽ ഒരു ഗ്ലോബൽ ലെവൽ ഐക്കൺ ആകുമെന്നും ഒന്നും ഇവർ കരുതിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ ഈ ഒരു സീക്വൽ സെല്ല് ചെയ്യാനായിട്ട് മാത്രം യുബിസോഫ്റ്റ് കൊണ്ടുവന്നൊരു ക്യാരക്ടറായിരുന്നു SEO. പക്ഷെ സംഭവിച്ചത് ഹി ബിക്കെയിം ദ ഫേസ് ഓഫ് ദി എൻറ്റയർ ഫ്രാഞ്ചൈസി. ഇൻസ്റ്റെഡ് വേണേ പറയാം, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഗെയിമിംഗ് പ്ലേയേഴ്സ് ഡിഡ്ന്റ് ജസ്റ്റ് പ്ലേ എ ക്യാരക്ടർ, ദേ ലീവ്ഡ് വിത്ത് ഹിം. യൂത്ത്, ലോസ്, റിവെഞ്ച്, വിസ്ഡം, അങ്ങനെ ശരിക്കും യുബിസോഫ്റ്റ് അവർ പോലും അറിയാതെ, അവർക്ക് പോലും ഇനി എത്തിപ്പിടിക്കാൻ പറ്റാത്ത തക്കവണ്ണം ഒരു ടോപ്പ് നോച്ച് സ്റ്റാൻഡേർഡ് അങ്ങ് സെറ്റ് ചെയ്തു. ഡാൻസ് മാസ്റ്റർ വിക്രം പറയും പോലെ, എന്താ സാർ കട്ട് വിളിച്ചത്, കൂടുതൽ നന്നായി പോയോ? അതെ, അത് തന്നെയാണ് പ്രശ്നം, കൂടുതൽ നന്നായി പോയി. ആൻഡ് അവിടെ മുതലായിരുന്നു ശരിക്കുള്ള പ്രോബ്ലംസ് തുടങ്ങുന്നത് ഫോർ യുബിസോഫ്റ്റ്. ഒരെണ്ണം ഒന്ന് നന്നായപ്പോൾ അതേ ഫോർമുല പുതിയ കുപ്പിയിലാക്കി വർഷാവർഷം സെല്ല് ചെയ്യാൻ നോക്കി. യുബിസോഫ്റ്റ് സി, ബ്രദർഹുഡ്, റെവലേഷൻസ് ഒക്കെ എപ്പിക്സ് ആയിരുന്നെങ്കിലും അതിന് ശേഷം വന്നത് ഒന്നും അങ്ങോട്ട് പച്ച പിടിച്ചില്ല. ലൈക്ക് എല്ലാ വർഷവും ഓരോ അസാസിൻസ് ക്രീഡ് ഗെയിം ഇവിടെ റിലീസ് ചെയ്തു തുടങ്ങി. എവ്രി ഇയർ ന്യൂ അസാസിൻ, ന്യൂ സിറ്റി, സെയിം എൻജിൻ, സെയിം ബഗ്സ്. അസാസിൻസ് ക്രീഡ് ലിറ്ററലി സ്റ്റോപ്ഡ് മേക്കിംഗ് ആർട്ട്, ഇറ്റ് ബിക്കെയിം കോണ്ടന്റ്. അപ്പോഴാണ് യൂണിറ്റിയുടെ വരവ്. ഒരു അതിഗംഭീര വെടിക്കെട്ടായിരുന്നു ഈ ഗെയിം. വെടിക്കെട്ട് ഇൻ ദ സെൻസ് ഗംഭീരം എന്നല്ല കേട്ടോ, ഒരു യമകൾട്ട് ഗുണ്ടായിരുന്നു. ബ്രോക്കൺ അനിമേഷൻ, എവിടെ നോക്കിയാലും ഗ്ലിച്ച്. ആ ഗെയിമിൻ്റെ ലോഞ്ച് തന്നെ അവരെ കയ്യിൽ നിന്ന് പോയ കേസായിരുന്നു. ആൻഡ് യൂണിറ്റി ഒരു വലിയ ഫ്രിക്ഷൻ അസാസിൻസ് ക്രീഡ് ഫാൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കി എന്ന് തന്നെ വേണം പറയാൻ. ബിക്കോസ് ഇറ്റ് പെർമനൻ്റ്ലി ഡാമേജ്ഡ് ട്രസ്റ്റ്. ആൻഡ് ആ ഒരു സ്പെസിഫിക് പോയിന്റ് തൊട്ട് അസാസിൻസ് ക്രീഡ് വാസ് നോ ലോങ്കർ റെസ്പെക്റ്റഡ്. ശരിക്കും പറഞ്ഞാൽ SEOനെയും അൾട്ടയറിനെയും ഒക്കെ ഓർത്ത് ഗെയിമിനെ ഏറെ വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് സഹിക്കുമായിരുന്നു ഈ ഗെയിമിനെ. ദ ട്രൂത്ത് വാസ്, യൂണിറ്റി ഒരു തോൽവി ആയിരുന്നില്ല, പക്ഷേ യുബിസോഫ്റ്റിൻ്റെ ഉള്ളിൽ എന്തുമാത്രം തോൽവികളായിരുന്നു എന്ന് കാണിച്ചു തരുമായിരുന്നു. സി, വാട്ട് ആക്ച്വലി വെന്റ് റോങ് അറ്റ് യുബിസോഫ്റ്റ് വാസ് ഇൻ ബഗ്സ്, ഇറ്റ് വാസ് മാനേജ്മെൻറ്റ്. ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ സ്റ്റുഡിയോസിനെയും കൊണ്ടുവന്നിട്ട് ദേ വർ ഫോഴ്സ്ഡ് ടു ബിൽഡ് വൺ ഗെയിം ഓൺ വൺ എൻജിൻ ആൻഡ് ഓൺ വൺ ഡെഡ്ലൈൻ, ആൻഡ് ദാറ്റ് ടു എവറി സിംഗിൾ ഇയർ. ഒരു വിഷൻ ഇല്ല, ഒരു ക്രിയേറ്റീവ് ഓണർഷിപ്പ് ഇല്ല, ഒന്നുമില്ല. അസാസിൻസ് ക്രീഡ് സ്റ്റോപ്പ് ബീയിങ് ക്രാഫ്റ്റഡ് ആൻഡ് സ്റ്റാർട്ടഡ് ബീയിങ് അസംബിൾഡ്. റൈറ്റേഴ്സ് മാറിക്കൊണ്ടിരുന്നു, ഡയറക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയപ്പോൾ ആ സ്റ്റോറീസിന് ആ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ ആയി മാറി. ദ ക്രീഡ് no longer had a voice. Instead, it had a release date. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലെയേഴ്സ് അങ്ങനെ ഗെയിം വെറുത്തതല്ല, they were just tired of it. കാര്യം എല്ലാ ഗെയിംസും ഒരുപോലെ ഇരിക്കുന്നു. അസാസിൻസിന് നമ്മൾ മറ്റേ ഗെയിമിൽ സ്കിന്ന് മാറും പോലെ തോന്നിയുള്ളൂ. ബൈ ദ വേ, ബ്ലാക്ക് ഫ്ലാഗ് വാസ് ഡിഫറെൻറ്റ്. അതിൻ്റെ വീഡിയോ ഉടനെ പറഞ്ഞുണ്ട്. പക്ഷേ ഇതൊന്നും യുബിസോഫ്റ്റിനെ അന്ന് ബാധിച്ചില്ല. നമ്മൾ മുന്നത്തെ വാട്ട് ഹാപ്പൻ ടു റോക്ക് സ്റ്റാർ വീഡിയോയിൽ പറയും പോലെ ഈ പണം കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് യുബിസോഫ്റ്റ് നെവർ നോട്ടീസ് ദി വാർണിംഗ് സൈൻസ്. കാര്യം ദ നമ്പർ സ്റ്റിൽ ലുക്ക്ഡ് ഗുഡ്, സെയിൽസ് നല്ലോണം നടക്കുന്നുണ്ട്, പക്ഷേ ദി ഇമ്മൻസ് റെസ്പെക്ട് വി ഹാഡ് ടുവേർഡ്സ് ദം വർ കംപ്ലീറ്റ്ലി ഗോൺ. ആൻഡ് ഉള്ള ബഹുമാനം ഒന്നിനോട് പോയി എന്ന് വെച്ചാൽ ആ സാമ്രാജ്യത്തിൻ്റെ തകർച്ച തുടങ്ങി എന്നാണ് അർത്ഥം. പക്ഷേ ഇതൊന്നും അവരറിഞ്ഞിരുന്നില്ല. ഈ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും എവിടോ എന്തോ തകരാറുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ഇനിയും പഴയ കഥ പുതിയ കുപ്പിയിലാക്കി കൊടുത്ത അസാസിൻസ് ക്രീഡ് ഫ്രാഞ്ചൈസി തന്നെ മൊത്തത്തിൽ പൂട്ടിപ്പോവും എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? RPG സിസ്റ്റംസ് കൊണ്ടുവന്നു. ആൻഡ് ഗെസ് വാട്ട്, അത് വർക്കാവുകയും ചെയ്തു. അസാസിൻസ് ക്രീഡ് ഒറിജിൻസ് ആക്ച്വലി റിവൈവ്ഡ് ഇൻട്രസ്റ്റ്. അസാസിൻസ് ക്രീഡ് ഒഡിസി ഒരു മണി മേക്കിംഗ് മെഷീനായി മാറി. വാൽഹല ആണല്ലോ ഒരു പക്ക കൊമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്ററുമായി. പക്ഷേ ഒരു സത്യം എന്തെന്നാ, ഈ ഗെയിമുകളൊക്കെ വൻ റോൾ പ്ലേയിങ് ഗെയിംസ് ആയിരുന്നു, പക്ഷെ ഒരിക്കലും ഒരു നല്ല അസാസിൻസ് ക്രീഡ് ഗെയിം അല്ലായിരുന്നു എന്നതാണ്. സ്റ്റെൽത്ത് എന്ന് പറയുന്ന സാധനം അവിടെ ഓപ്ഷണലായി. അസാസിനേഷൻസ് ഒക്കെ സ്റ്റാറ്റ് ബേസ്ഡ് ആയി. ദ ക്രീഡ് ബിക്കെയിം കോസ്മെറ്റിക്. ദ ഫ്രാഞ്ചൈസി സർവൈവ്ഡ് ബട്ട് ഇറ്റ്സ് സോൾ വാസ് ഡൈല്യൂട്ടഡ്. ആൻഡ് ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ അസാസിൻസ് ക്രീഡ് വെയർ ലൈക്ക് കൈൻഡ് ഓഫ് അൺസ്റ്റോപ്പബിൾ ആൻഡ് ഓൾസോ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ്. മധുരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥ. കാരണം ദിസ് വാസ് ടു ബിഗ് ടു ക്യാൻസൽ ബട്ട് ടു ബ്ലോട്ടഡ് ടു ലവ് ഫുള്ളി.
പഴയ ഫാൻസിന് ആ ഒരു പഴയ ഗെയിം തിരിച്ചു വരണം എന്നുള്ളപ്പോൾ പുതിയ ഫാൻസിന് വേണ്ടിയിരുന്നത് ഇതിൻ്റെ സ്കെയില് ഇനിയും വലുതാകുക എന്നതായിരുന്നു. അവസാനം യുബിസോഫ്റ്റ് എന്ത് ചെയ്ത് 2 വെള്ളത്തിലും കാലിട്ട് 2 എന്നിട്ട് കിട്ടിയില്ല. അങ്ങനെ അവിടെ ഇവിടെ എത്താതെ എങ്ങോ എത്തി നിൽക്കുകയായിരുന്ന നമ്മുടെ എപ്പിക് ഗെയിമിംഗ് ഫ്രാഞ്ചൈസി ഇറ്റ് ഡെഫിനറ്റ്ലി നീഡഡ് എ റീസെറ്റ്. നോട്ട് ഇൻ മെക്കാനിക്സ് ബട്ട് ഇൻ ഐഡൻറ്റിറ്റി. ആൻഡ് ഗൈസ്, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പണ്ട് നമ്മൾ ഒളിച്ചിരുന്ന ആ ഷാഡോസിൽ നിന്നും, അതെ, ആ നിശബ്ദത തളം കെട്ടിക്കിടന്ന ആ ഇരുട്ടിൽ നിന്നും then came the shadows. And for the first time in years, Ubisoft didn't talk about size. They talked about intent, dual protagonist, focused stealth, purposeful combat. ഷാഡോസ് ഒരു ഗംഭീര ഗെയിം ആയിരിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊന്നും ഇല്ലായിരുന്നു. But it promised that it will take us back to the roots, where we always belong. ആൻഡ് ഗെയിം ഒരു ഹ്യൂജ് സക്സസ് ആവുകയും ചെയ്തു. ഈ ഒരു ഗോട്ടഡ് ഗെയിമിംഗ് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അസാസിൻസ് ക്രീഡിൻ്റെ പതനം കാണാൻ കാത്തു നിന്നവരുടെ മുന്നിലേക്ക് എങ്ങു നിന്നോ എത്തി ഇരുട്ടിൽ ഒളിച്ചിരുന്ന ഷാഡോസ് വന്ന് അവരുടേതായ കഠാന കൊണ്ട് മറുപടി കൊടുത്തിട്ട് തിരിച്ച് ആ ഇരുട്ട് തളം കെട്ടി കിടക്കുന്ന നിഴലിലേക്ക് പോയി. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളും അങ്ങനെ ഇങ്ങനെയൊന്നും ചാവില്ല. എന്ത് വന്നാലും എങ്ങനെ വന്നാലും തിരിച്ചു വരിക തന്നെ ചെയ്യും. ബിക്കോസ് വി ആർ ഗെയിമേഴ്സ്. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവില്ലല്ലോ. വി ജസ്റ്റ് റീസ്പോൺ. ബൈ ബൈ.